ആത്മനിർഭർ ഭാരതിലൂടെ പ്രതിരോധ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ. ഒരു കാലത്ത് ലോകത്തിലെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വാങ്ങാനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം മണ്ണിൽ അത്യാധുനിക 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം നിർമ്മിക്കുവാൻ ഒരുങ്ങുകയാണ്. ആകാശത്തെ അതിരുകൾ ഭേദിക്കാനുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ ചുവടുവയ്പിന്റെ തുടക്കമായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അമേരിക്കയുടെ F-35ഉം റഷ്യയുടെ Su-57ഉം ചൈനയുടെ J-20യും ലോക സൈനിക ശക്തിയുടെ പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്ന യുദ്ധവിമാനങ്ങളാണ്. ഈ ശക്തി സമവാക്യങ്ങളിലേക്ക് ചുവടുവയ്ക്കാനാണ് ഇന്ത്യയും ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ആത്മനിർഭർ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ സ്വന്തം 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ AMCA പദ്ധതിയാണ് നടപ്പിലാക്കാനൊരുങ്ങുന്നത്. പദ്ധതിക്ക് പിന്നിൽ ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ പ്രതിരോധ കമ്പനികളും അണിനിരക്കുകയാണ്. ഇന്ത്യയിലെ യുദ്ധവിമാന നിർമ്മാണ രംഗം ഇതുവരെയും പ്രധാനമായും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു മുന്നേറിയിരുന്നത്. മിഗ്, സുഖോയ്, തേജസ് തുടങ്ങിയ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണവും അസംബ്ലിയും വർഷങ്ങളായി HALന്റെ നേതൃത്വത്തിലാണ് നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ആദ്യമായി സ്വകാര്യ മേഖലയിലെ വലിയ വ്യവസായ ഗ്രൂപ്പുകൾക്കും യുദ്ധവിമാന നിർമ്മാണത്തിന്റെ കേന്ദ്രഭാഗത്തേക്ക് കടന്നുവരാനുള്ള അവസരമൊരുക്കുകയാണ് സർക്കാർ. ഇത് വെറുമൊരു വ്യവസായ നീക്കത്തിനപ്പുറം ഇന്ത്യയുടെ പ്രതിരോധ വ്യവസ്ഥയുടെ ഘടന തന്നെ മാറ്റിമറിക്കുന്ന നീക്കമായി മാറുമെന്നാണ് വിലയിരുത്തുന്നത്. ലാർസൻ ആൻഡ് ട്രൂഡോ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ്, ഭാരത് ഫോർജ്, BEML തുടങ്ങിയ വമ്പൻ കമ്പനികളാണ് ഈ പദ്ധതിക്കായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ വ്യാവസായിക ശക്തിയും സാങ്കേതിക നേട്ടങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്താകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയ്ക്ക് അതീവ നിർണായകമായ പദ്ധതിയാണ് AMCA. റഡാറുകളിൽ എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത സ്റ്റെൽത്ത് രൂപകൽപ്പന, അത്യാധുനിക സെൻസർ സംവിധാനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള യുദ്ധസഹായ സംവിധാനങ്ങൾ, സൂപ്പർ ക്രൂസ് കഴിവ്, നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ എന്നിവയൊക്കെയാണ് AMCAയുടെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യയുടെ സുരക്ഷാ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ പദ്ധതിയുടെ പ്രാധാന്യം ഇരട്ടിയാണ്. ഒരു ഭാഗത്ത് ചൈനയുടെ വ്യോമസേനാ രംഗത്തെ കുതിച്ചുചാട്ടവും മറുവശത്ത് പാകിസ്ഥാനും ചൈനീസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ യുദ്ധവിമാന പദ്ധതിയിലേക്ക് കടക്കുന്നതും പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നതാണ്. ഇന്ത്യയ്ക്ക് സമാന്തര യുദ്ധവിമാന നിർമ്മാണ ശേഷി സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുവരെ ഇന്ത്യയിലെ യുദ്ധവിമാന നിർമ്മാണം പ്രധാനമായും ഒരു ഉൽപ്പാദന ശൃംഖലയെ മാത്രം ആശ്രയിച്ചായിരുന്നതിനാൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ കാലതാമസമുണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ പുതിയ സ്വകാര്യ പങ്കാളിത്തം വഴി ഒന്നിലധികം നിർമ്മാണ ശൃംഖലകൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമായ വിമാനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുവാൻ പദ്ധതി വഴി സാധിക്കും. അതോടൊപ്പം ഭാവിയിൽ സ്ക്വാഡ്രൺ ശക്തി വർദ്ധിപ്പിക്കുന്നതും എളുപ്പമാക്കും. പ്രതിരോധ രംഗത്ത് സ്വകാര്യ മേഖലയെ കൂടുതൽ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നീക്കം രാജ്യത്തെ സാമ്പത്തിക മേഖലയിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, അഡ്വാൻസ് മെറ്റീരിയൽസ്, സെൻസർ ടെക്നോളജി, ഏവിയോണിക്സ്, സോഫ്റ്റ്വെയർ, പ്രിസിഷൻ നിർമ്മാണം, മെറ്റലർജി, കോമ്പോസിറ്റ് സ്ട്രക്ചറുകൾ തുടങ്ങിയ ഉയർന്ന സാങ്കേതിക മേഖലകളിൽ വൻ തൊഴിലവസരങ്ങൾ ഈ പദ്ധതി വഴി സൃഷ്ടിക്കാനാകും. ഒരു യുദ്ധവിമാനം നിർമ്മിക്കുന്നതിലൂടെ ആയിരക്കണക്കിന് ചെറുകിട ഇടത്തരം കമ്പനികളെയും സാങ്കേതിക സ്ഥാപനങ്ങളെയും ബന്ധിപ്പിക്കുന്ന വലിയ വ്യവസായ ശൃംഖല തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തന സജ്ജമാകും. വർഷങ്ങളായി ഇന്ത്യ യുദ്ധവിമാനങ്ങൾക്കും എഞ്ചിനുകൾക്കും റഡാർ സംവിധാനങ്ങൾക്കും വിദേശ രാജ്യങ്ങളെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. റഷ്യ, ഫ്രാൻസ്, അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ സുപ്രധാന പങ്കാളികൾ. എങ്കിലും ആഗോള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ പലപ്പോഴും പ്രതിരോധ വിതരണത്തെ ബാധിക്കാറുള്ള ഘടകങ്ങളാണ്. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര പ്രതിരോധ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുക എന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ തന്ത്രത്തിൽ സുപ്രധാനമാണ്. AMCA പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യ വെറും യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന രാജ്യമെന്ന നിലയിൽ നിന്ന് ലോകത്തിന് അത്യാധുനിക യുദ്ധവിമാന സാങ്കേതികവിദ്യ വികസിപ്പിച്ച് നിർമ്മിക്കുവാൻ കഴിയുന്ന വൻ ശക്തിയായി മാറാനൊരുങ്ങുകയാണ്.